ഒരുപാട് സിനിമ ചെയ്തപ്പോൾ സ്ക്രിപ്റ്റല്ലേ, അപ്പോൾ ഇപ്പോൾ ടാപ്പുമായാലും ഏത് പണമായാലും ഇപ്പോൾ ഒരു ക്യാരക്ടർ കൊടുക്കാൻ അഭിനയിച്ച ക്യാരക്ടർ കൊടുക്കാൻ ഇൻപുട്ട് വേണം. അപ്പോൾ സാറ് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ ഇൻപുട്ട് കൊടുത്തത് ഓക്കെ ആയോ എന്ന് തോന്നാറുണ്ട്. അതായത് ഇനിയും കൊടുക്കാമായിരുന്നു എന്നൊരു തോന്നല്. So whenever I go to a set and if I am not 100%, I don't think I will walk out of that shot. The problem, I don't think I will be able to excuse myself. So if you want to shoot it, എൻ്റെ 100% എനിക്ക് കൊടുക്കും. Whatever I have, I need to give my 100%. Otherwise, I'm not doing enough justice to the price the audience pays for his ticket. It might look wrong, look bad, അത് വേറെ. പക്ഷെ എൻ്റെ ഉള്ളിൽ അത് after I watch I should have done better. I don't think I need to. After 5 years I might think I could have done better, but 5 years the experience in our idea. പക്ഷെ ആ മൊമെന്റിൽ അത്ര മാത്രം അറിയത്തുള്ളൂ. So I won't know that much. Whatever I have, I give 100%. As I said, I don't think I'm a good actor. I think I'm a bad actor. So I need to do the very best so that people won't realize. So I try to do the very best. That's all. ഇപ്പോൾ ഓൾ ബി ഇമാജിനേഷനിലായിട്ട് നമ്മളൊരു സിനിമ റിലീസായിരുന്നു. അത് ക്യാൻസർ ഉൾപ്പെടെ ശ്രദ്ധിച്ച സിനിമയാണ്. മലയാളത്തിൻ്റെയും ഇന്ത്യയുടെയും യശസ് ഉയർത്തിയ സിനിമയാണ്. പക്ഷേ ആ സിനിമയുടെ OTT റിലീസിന് ശേഷം അതിലൊരു സ്പെസിഫിക് ന്യൂഡ് സീൻ എടുത്തുകൊണ്ട് ദിവ്യപ്രഭയുടെ ആ സീൻ കണ്ടോ, ലീക്കായോ, ലിങ്ക് കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചർച്ചകൾ മൊത്തം പോയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഈ മീഡിയത്തിന്, ആർട്ടിന് അത്രയും പാഷനേറ്റ് ആയിട്ട് കാണുന്ന ആളുകളാണ്. പക്ഷേ ആ സിനിമയ്ക്ക് വേണ്ടി, കഥാപാത്രത്തിന് വേണ്ടി സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി പാർട്ട് വന്നത്, അത് ചർച്ചയാവുന്നത് അങ്ങനത്തെ സീൻസ്, അതായത് ബോൾഡ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്ജ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിലക്റ്റ് ആക്കുന്നുണ്ടോ, നിങ്ങളെ തടയുന്നുണ്ടോ, നിങ്ങൾക്ക് ഉള്ളിൽ വിഷമം വരുന്നത് ഇങ്ങനത്തെ സംഭവങ്ങൾ? ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിന് എനിക്കെപ്പോഴും എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു ഫിലിമാണ്, അങ്ങനത്തെ ഒരു സീക്വൻസ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ, വൈ ആർ യു ആൻ ആക്ടർ. ഐ ഫേസ്ഡ് ഇറ്റ്. ലൈക്ക് കുറെ തവണ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ പേര് ഈ ഒരു പ്രൊഫഷനെ വളരെ ഒരു ഡീഗ്രേഡ് ചെയ്ത് കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കുന്നു, മോൾ ഒറ്റയ്ക്കാണോ ഷൂട്ടിന് പോകുന്നത്? അപ്പൊ അമ്മ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട്? ഇല്ലല്ലോ, എന്റെ മോള് ജോലി ചെയ്യാൻ പോവാണ്. അപ്പൊ പിന്നെ അവളുടെ കൂടെ ഞാൻ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ ആസ് ദാറ്റ്. നമ്മുടെ ജോലിയാണത്. അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട്. അപ്പം അതൊന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്നൊരു ഡ്രസ്സാണെങ്കിലും, ഇപ്പൊ ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ്, ഏതെങ്കിലും ഒരു ഡ്രസ്സാണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയില് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ. Shut everyone's mouth. Like I always say, internet is a different world altogether. നമുക്ക് നമ്മുടെ കയ്യിലേ ഒന്നും കാര്യമല്ല. അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പുറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും തന്നെ എടുക്കുന്നത്. വെരി പ്രൗഡ്. ക്യാൻസർ പോയപ്പോഴും ഇവർക്ക് കിട്ടിയൊരു റിസെപ്ഷൻ എന്നത് ചെറിയൊരു കാര്യമില്ല. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. യു കെ നോട്ട് തിങ്ക് ഓഫ് എ പ്ലാറ്റ്ഫോം ലൈക്ക് ദാറ്റ്. ഇത്രയും അപ്പൊ ഐ എം വെരി പ്രൗഡ് ഓഫ് ദം. ഈ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഐ വാസ് വെരി പ്രൗഡ് ആൻഡ് സൂക്ഷ്മദർശിനി മലയാളി റിലീസ് ടുഗദർ ആൻഡ് രണ്ടും ഭയങ്കര അടിപൊളിയായിട്ട് തിയേറ്ററിലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഐ തിങ്ക് എന്താ പറയാ, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. കിട്ടാണ്ട് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ കിട്ടാണ്ട് വരുമ്പോ പിന്നെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ ചെയ്യാന്നുള്ളതാണ്.